പെണ്ണ് കേസ് ആ പെണ്ണ് കേസല്ല കേട്ടോ. പെണ്ണ് കേസ് സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. എല്ലാരും ഞെട്ടി. എന്ത് കേട്ടാ ഇതിന് മൂവി റിവ്യൂ പെണ്ണ് കേസ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹക്കീം പ്ലസ് നിഖില വിമൽ അവര് സ്റ്റാറായിട്ടുള്ള പെണ്ണ് കേസ് മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഫുൾ ആൻഡ് ഫുൾ നിഖില വിമൽ ഷോ അല്ലേ? അതാണ് പടം കൊണ്ടുപോയത്. ഇത് ഫീമെയിൽ ലീഡിന്റെ ഒരു കഥയാണ്. പെണ്ണ് കേസ് നിങ്ങൾ കേൾക്കുമ്പോൾ വേറെ പലതും വിചാരിക്കേണ്ട. ഇത് കല്യാണ തട്ടിപ്പ് നടത്തുന്ന ഒരു പെണ്ണിന്റെ കഥ. കഥയാണോ എന്ന് ചോദിച്ചാൽ കഥയാവാം, ആവാം. ഇനി അല്ല വേറെന്തെങ്കിലും കഥ ആവാം. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വളരെ ക്യൂരിയോസിറ്റി നിറഞ്ഞ രീതിയിലുള്ള കുറെ സിറ്റുവേഷൻസ് കൊണ്ടുവന്ന് വെച്ച് തരുന്നുണ്ട്. നിഖില വിമലിന്റെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തന്നെ ഭയങ്കര രസമായിട്ടാണ്. കാരണം നിഖില വിമൽ പറ്റിച്ചു പോയ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഭർത്താക്കന്മാർ എന്നുള്ള ആളുകളൊക്കെ ബോയ്സ് ആർമി, മെൻസ് ആർമി, അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഒരു ശബ്ദത്തിൽ നിന്നാണ് സംഗതികളുടെ തുടക്കം വരുന്നത്. ഡയറക്ടർ ഫെബിൻ സിദ്ധാർത്ഥ്, വെരി വെരി ഗുഡ് ജോബ് അല്ലെ? നല്ല ജോബ്. അതായത് ഇതിങ്ങനെ നമുക്ക് തോന്നും ഇതിപ്പോ എന്താ കാണിക്കണേ, ഇതെന്തെങ്കിലും കാണിക്കാൻ പറ്റുമെന്ന് തോന്നും. കാരണം ഇതൊരു സാധാരണ നമ്മള് ആണുങ്ങള് വിവാഹ തട്ടിപ്പ് നടത്തുന്ന സ്കീം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ വിവാഹ തട്ടിപ്പ് ശരിക്കും റിയാലിറ്റിയിൽ ഉണ്ട്, കേസുകളുണ്ട്. ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ പെണ്ണുങ്ങളുടെ വിവാഹ തട്ടിപ്പ് ഓൾറെഡി ഉള്ള ഐറ്റമാണ്. അത് കുറച്ചും കൂടി എന്താ പറയാ, ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു സംഗതികളൊക്കെ വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്കെന്താണെങ്കിലും അത്യാവശ്യം എനിക്കിഷ്ടായിട്ടാ. എനിക്ക് ഡയറക്ടർ ഒരു വെരി ഡീസന്റ് ജോബ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ റൈറ്റർ ആയിരിക്കുക ജ്യോതിഷ്, ഗണേഷ്, അങ്ങനെ കുറച്ച് റൈറ്റേഴ്സ് കുറച്ച് പേരുണ്ട്. അപ്പൊ പറഞ്ഞു വരുമ്പോ ഞാൻ പറഞ്ഞ പോലെ പടം തുടങ്ങുന്നത് നിഖില വിമലിന്റെ ലീഡ്, അവരുടെ ക്യാരക്ടറിന്റെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത കുറച്ച് സിറ്റുവേഷൻസ് വെച്ചിട്ടാണ്. അതിൽ തന്നെ അജു വർഗീസ് ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം അജു വർഗീസിന്റേതായിട്ടുള്ള കോമഡികളിലൂടെ അങ്ങോട്ട് അജു വർഗീസ് ഇസ് ബാക്ക് എന്ന് പറയുന്നത് രസമുണ്ട്. ഉള്ള ഡീസന്റ്. ഇതിലെന്താ അറിയോ, ആർക്കും കൂടുതലും ഇല്ല, ആർക്കും കുറവില്ല. ഇതിൽ ഹക്കീമിനും നിഖില വിമലിനും ആണ് മെയിൻ ഐറ്റം ഉള്ളത്. കൂടുതൽ നിഖില വിമലിനുള്ളത് അവരുടെ ക്യാരക്ടർ ആർക്കിലൂടെയാണ് സിനിമ പോകുന്നത്. അപ്പോ ആദ്യത്തെ പകുതിയിൽ ഈ നിഖില വിമൽ ഈ വിവാഹ തട്ടിപ്പുകാരി ആയതിന്റെ കാര്യങ്ങളും കാരണങ്ങളും അതിന്റെ സിറ്റുവേഷൻസ് ഒക്കെയാണ്. ഇത് പറയാൻ പറ്റില്ല മൊത്തത്തിൽ, കാരണം അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ടുള്ള ഒരു കഥയാണത്. ഇതിനകത്ത് തന്നെ നമ്മള് ശ്രീരേഖ ചേച്ചി ഒരു പോലീസ് ഓഫീസർ ആയിട്ടുണ്ട്. അവരല്ല, ശ്രീരേഖ ചേച്ചിയുടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് സിനിമയിൽ ഇനിയും കൂടുതൽ മലയാളം സിനിമയിൽ ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം ബിഗ് ബോസിലൊക്കെ അവരുടെ പെർഫോമൻസ് നമ്മൾ കണ്ടതാ. ഇങ്ങനെ ക്യാരക്ടർ മാറും, ഒരു രക്ഷയില്ല. ഇതിലും അവർക്കുള്ള ഒരു ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടറാണ്. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാല, മലപ്പുറത്തിന്റെ സ്വന്തം ലാല, പാങ്ങിലെ ലാല പാങ്ങാരനായിട്ട് തന്നെയാണ്. പക്ഷെ പേര് ഇതില് ലാല നാളോ അറിയില്ല, പേര് പറഞ്ഞിട്ടില്ല. മലപ്പുറം എവിടെ പാങ് എന്ന് പറഞ്ഞിട്ട്. ലാല ഇതേപോലെ റീൽസിലൂടെ ഒക്കെ നിങ്ങൾ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. ലാലയ്ക്ക് കിട്ടിയത് വലിയ സ്പേസ് ഒന്നും ലാലയ്ക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയ ആ ഒരു സംഗതി ലാല കൊള്ളാം. അതിലെല്ലാവർക്കും അങ്ങനെ ആ കൂട്ടത്തില് ഇതെന്താ പറയുക, ഈ നിഖില വിമലിന്റെ ക്യാരക്ടർ പറ്റിച്ചു പോയ ആൾക്കാരെ കൂട്ടത്തിലാണ് ഈ പിഷാരടിയും അജു വർഗീസും അങ്ങനെ കുറെ പേര് വരുന്നത്. പിഷുവിന്റെ സാധനങ്ങൾ കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. പിഷാരടിന്റെ അതെ, അതൊരു സെക്കൻഡ് ഹാഫിക്കുള്ള ഒരു ലീഡ്, ഒരു ട്വിസ്റ്റ് ഒക്കെ വരുന്നത് ഈ സാധനത്തിനകത്താണ്. അതവര് നന്നായിട്ട് പിഷാരടി അത് അടിപൊളിയായിട്ട് ചെയ്തു. ആ കൗണ്ടർ ഭയങ്കര ഹിറ്റ് ആയിരുന്നു പിഷാരടിന്റെ. ഏതറിയ എനിക്ക് അച്ഛൻ കമ്മ്യൂണിസ്റ്റും അമ്മ കോൺഗ്രസും ആണെന്നുള്ളത് അത് ഇതിന്റെ ട്രെയിലർ വന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഓടിയൊരു ഐറ്റം ആണത്. അപ്പൊ പിഷാരടി അങ്ങനെ വന്നു. പിഷാരടി അങ്ങനെ എല്ലാവരും ഉണ്ടോ, സന്ധ്യ മനോജ് ഉണ്ടായിരുന്നു, സന്ധ്യ ചേച്ചി ഉണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്ന മുഖങ്ങളെ കാണുമ്പോ നമുക്കൊരു സ്പെഷ്യൽ സാധനം. ശ്രീകാന്ത് വെട്ടിയാര്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചെങ്ങായിനെ ഇതുവരെ എല്ലാവരും സിനിമയെ കൊടുത്തിട്ട് ഒരുമാതിരി മറ്റോടത്തെ പണിയാണ് കാണിച്ചിട്ടുള്ളത്. എനിക്ക് ശ്രീകാന്ത് വെട്ടിയാരെ അഭിനയിപ്പിച്ച എല്ലാ ഡയറക്ടർമാരോടും എനിക്കുള്ള ഒരു ദേഷ്യം എന്താ അറിയോ, ഇങ്ങനെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള മനുഷ്യനാ. ഇന്നൊന്നും വേണ്ട, ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചിരിച്ച സീന് ഇതിലൊരു പോലീസ് സ്റ്റേഷൻ സീനിനകത്ത് ശ്രീകാന്ത് വെട്ടിയാർ ഇതിൽ വ്ളോഗറാ, ഇതിനെ ഹക്കീം പിടിച്ചോണ്ട് നിൽക്കുക.
ഹക്കീമിനെതിരെ പ്രതിഷേധം പറഞ്ഞിട്ട് അജു വർഗീസും ടീമും അപ്പുറത്ത് പ്രതിഷേധിക്കുമ്പോ ഇപ്പുറത്തെ സൈഡിൽ ഒരു പ്ലക്കാർഡ് പിടിച്ചൊരു നിർത്തണ്ട് ഈ ശ്രീകാന്ത് വെട്ടിയത് ബ്ലോഗേഴ്സിനെതിരെയുള്ള അനീതി നിർത്തുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലക്കാർഡ് പിടിച്ചൊരു ഭാവം പിടിച്ചൊരു നിക്കലുണ്ട്. എടാ ഇയാളെ കൊണ്ട് നടക്കും ഡെലിവറി കാരണം മാനറിസം കറക്റ്റ് ആണ്. ചെങ്ങായിക്ക് ആളുകളെ പിന്നെന്താ സിനിമാക്കാർക്ക് കുറച്ചുകൂടി ഈസിയാണ്, ഡയറക്ടർക്ക് ഭയങ്കര ഈസിയാ കൺവിൻസ് ചെയ്യാൻ. കാരണം ഇയാള് വരുമ്പോ തന്നെ ചിരി തുടങ്ങും. പണ്ട് ജഗതി ശ്രീകുമാറും നമ്മുടെ ഹരിശ്രീ അശോകൻ ഇങ്ങനെ സീസൺഡ് കൊമേഡിയൻസ് സ്ക്രീനിൽ വരുമ്പോ തന്നെ ചിരിക്കൂലോ നമ്മള്. അതുപോലെ ശ്രീകാന്ത് വെട്ടിട്ട് വരുമ്പോഴേ ചിരി തുടങ്ങും.